Asylum Learning Amrita Miss ആണ്. മകളെ നിങ്ങൾക്കറിയാം ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കറിയാം ഇത് എങ്ങനെ പഠിച്ചു തീർക്കും അല്ലെ. ഇതിൽ നിന്ന് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, ചോദ്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ, എന്താണ് ഇതിനൊരു വഴി എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, ഇതിൽ നിന്ന് എങ്ങനെയാ ചോദ്യങ്ങൾ വരിക എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അല്ലെ. അപ്പൊ ഇതിനൊരു സൊല്യൂഷനുമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ആ ചോദ്യം അങ്ങനെ തന്നെ വരുമെന്നല്ല, ഇതേ മോഡൽ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആനുവൽ എക്സാമിന് ചോദിക്കാൻ പോവാം. അപ്പൊ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടിരിക്കാൻ നമുക്ക് ചോദ്യം നോക്കാം. ഇതാണ് ആ ചോദ്യം. ഇവിടെ നോക്കിയോ, 3 + 6 + 12 is equal to 21, 4 + 8 + 16 is equal to 28, 5 + 10 + 20 equal to 35. അതായത് 3 റോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ, അടുത്ത വരി എഴുതുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പൊ ടെൻഷൻ അടിക്കേണ്ട, ഇത്ര സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും. ഉറപ്പിച്ചോ മക്കളെ, ഇതേ മോഡൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. നോക്കാം നമുക്ക്. ഇതിന്റെ ഉത്തരം വരുന്നത് നെക്സ്റ്റ് ലൈൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ സിമ്പിൾ. ഇവിടെ 5 ആയതുകൊണ്ട് 6 അല്ലെ, 6 വരും. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താണ് 6ൽ നിന്ന് ഇവിടെ 6 ആണ്, ഓക്കെ അടുത്ത നമ്പർ എന്ത് വരും എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇവിടെ നോക്കിക്കോ, ഇവിടെ 3 ആകുമ്പോൾ അടുത്ത നമ്പർ 6 ആണ്. 3 × 2 അല്ലേ 6. ഓക്കെ, ഇവിടെ 6 ആകുമ്പോൾ അടുത്ത നമ്പർ 12 ആണ്. അതായത് 6 × 2 അല്ലേ 12. ശരിയാണോ നോക്കാം. 4 × 2 ആണ് 8. അതേപോലെ 8 × 2 ആണ് 16. ശരിയാന്നേ. അടുത്തത് 5 × 2 10, 10 × 2 20. ഇതൊരു വഴി. ഇതേപോലെ നിങ്ങൾക്ക് വേറെ രീതിയിലൂടെ ചിന്തിക്കാം. എങ്ങനെ? 3 × 2 6. നോക്കിക്കോ, 3 × 2 6 ആണ്. ശരി, ഈ 3 × 4 എന്താണ്? 12 ആണ്. അങ്ങനെ എഴുതാലോ. അതേപോലെ നോക്കിക്കോ, 4 × 2 8 ആണെങ്കിൽ 4 × 4 ആണ് 16. 5 × 2 10 ആണെങ്കിൽ 5 × 4 ആണ് 20. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വരി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എന്തായിരിക്കും? 6 ആയിരിക്കും ഫസ്റ്റ് നമ്പർ. 6 × 2 12 ആയിരിക്കും രണ്ടാമത്തെ നമ്പർ. 6 × 4 24 ആയിരിക്കും അടുത്ത നമ്പർ. ഇനി ഇവർ എല്ലാരും കൂട്ടുകയാണെന്ന് വിചാരിക്കുക. 12 + 24 + 6 എന്ത് വരും? 42. ഇനി നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുക. അപ്പൊ നമ്മളോട് അടുത്ത വരി ഏതാന്ന് ചോദിച്ചു, നമ്മൾ സിമ്പിൾ ആയിട്ട് അടുത്ത വരി എഴുതി. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് യു ആഡ് 2 times and 4 times to a number, how many times of that number do you get? ഒന്നുകൂടെ നോക്കോ. ഒരു സംഖ്യയോട് അതിന്റെ 2 മടങ്ങും 4 മടങ്ങും കൂട്ടിയാൽ കിട്ടുന്നത് ആ സംഖ്യയുടെ എത്ര മടങ്ങാണ്? ഇവിടെ നോക്കുക മക്കളെ, 3 എന്ന് പറയുന്ന നമ്പറിനോട് അതിന്റെ 2 മടങ്ങും അതിന്റെ 4 മടങ്ങും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര മടങ്ങാണ്? ഇതിന്റെ 7 മടങ്ങാണ് അല്ലെ. 7 times ആണ്. അതായത് 3 × 7 ആണ് 21. ഇതെല്ലാവർക്കും ശരിയാണോ നമുക്കറിയില്ല, നോക്കാം. 4നോട് 4ന്റെ 2 മടങ്ങും 4ന്റെ 4 മടങ്ങും കൂട്ടിയപ്പോൾ കിട്ടുന്നത് 4ന്റെ 7 മടങ്ങാണ്. ശരിയല്ലേ? ഇവിടെയും അത് ശരിയാണ്. 4 × 7 ആണ് 28. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5നോട് 5ന്റെ 2 മടങ്ങും 4 മടങ്ങും കൂട്ടിയാൽ കിട്ടുന്നത് 5ന്റെ എത്ര മടങ്ങാണെന്ന് നോക്കിക്കോ. 5 × 7 അല്ലേ. റെഡി? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. 6 അല്ലെ, 6നോട് 2 മടങ്ങും 4 മടങ്ങും കൂട്ടിയപ്പോൾ കിട്ടുന്നത് 6ന്റെ 7 മടങ്ങാണ്. ഇതാ 6 × 7 ആണ്. അപ്പൊ രണ്ടാമത് ഉത്തരം എന്താണ്? ഇഫ് യു ആഡ് 2 times and 4 times to a number, how many times that your number do you get? എത്ര മടങ്ങായിരിക്കും? 7 times, 7 times അല്ലെങ്കിൽ 7 മടങ്ങ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി റൈറ്റ് ദിസ് റിലേഷൻ algebraically denoting the number as n. ഈ കാണിച്ചിരിക്കുന്ന എക്സ്പ്രഷനെ, ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സംഭവത്തിന് എന്താണ്?
സംഖ്യയെ n എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബന്ധം ബീജഗണിത രൂപത്തിൽ എഴുതുക. ഈ ബന്ധത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ബീജഗണിത രൂപത്തിൽ എഴുതണം. ഓക്കെ, അപ്പൊ നമ്പർ നമ്മൾ എന്താക്കി എടുക്കുന്നു? n എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? n × 2. റെഡി? അടുത്ത നമ്പർ എന്തായിരിക്കും? n × 4 is equal to എന്തായിരിക്കും? n × 7. n plus n × 2 plus n × 4 എന്ന് പറയുന്നത് n × 7 ആണ്. അതായത് n plus 2n plus 4n is equal to 7n. ശരിയല്ലേ? ഇതാണ് ഓൾജിബ്രായിക്കലി ഈ റിലേഷൻ എഴുതാൻ പറഞ്ഞു, നമ്മൾ എഴുതി. ഇത്രയേ ഉള്ളൂ കാര്യം. അടിപൊളിയല്ലേ? അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പൊ നിങ്ങൾ ഒരാളും ഒരു കാരണവശാലും ഓൾജിബ്ര എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ ആണ് മിസ്സേ, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക, ടെൻഷൻ അടിക്കേണ്ട. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.